നെഞ്ചത്തിലമ്മതൻ ഉത്സവമായി നെല്ലിക്കുളങ്ങര വേലയുമായി ശ്രാവണ പൗർണമി പോലെന്റെ ഉള്ളിൽ പൊന്നൊളി തൂകുന്നു ശ്രീഭദ്രകാളി. പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ കുടികൊള്ളുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല. മന്ത്രധ്വനിയാലെന്റെ ചിത്തത്തിൽ മുക്തിയേകൂ. നെന്മാറ വല്ലങ്ങി എന്നീ ദേശക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവം എന്ന നിലയിൽ നമ്മുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഒരു പ്രമുഖ സ്ഥാനമാണ് നെന്മാറ വല്ലങ്ങി വേലയ്ക്കുള്ളത്. നെന്മാറ ദേശത്തിന്റെ വേല മന്നം മൂലസ്ഥാനം, വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം എന്നീ പ്രധാന സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. നാഗരാജാവിനെ അയ്യപ്പനെയും ഞാൻ വന്നിച്ചിടുന്നേൻ, ശ്രീ കുരുംബദേവിയുമെൻ ദുഃഖം നീക്കിടേണം. നെല്ലിക്കുളങ്ങര വേലയ്ക്കു കൂട്ടിനായി എത്തിടേണം. ദേശസ്ഥാനിയായ മൂപ്പിൽ നായർ നെല്ലിക്കുളത്ത് മലയിൽ തപസ് ചെയ്തു കൊണ്ടുവന്നതാണ് ഇവിടുത്തെ ഭഗവതി സാന്നിധ്യം എന്നാണ് വിശ്വാസം. സംപ്രീതിയായ ആദിപരാശക്തി മൂപ്പിൽ നായരുടെ അഭ്യർത്ഥന മാനിച്ച് ദേശത്തേക്ക് വന്ന് തന്റെ കുട കരയിൽ വെച്ച് അടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങി. കുട പൊക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൊക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ദേവപ്രശ്നം നടത്തിയപ്പോൾ ദേവീ സാന്നിധ്യമുണ്ടെന്നും ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിക്കണമെന്നും തീർപ്പായി. ആ പ്രദേശമാണ് ഇപ്പോഴത്തെ മൂലസ്ഥാനം. മന്നത്തും വേട്ടയ്ക്കൊരുമകൻ സ്ഥാനത്തും ഭഗവതി സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. മൂലസ്ഥാനത്തെ ദേവിയെ നെന്മാറ നെല്ലിക്കുളങ്ങരയിൽ പുനഃപ്രതിഷ്ഠിച്ചതാണ് ഇപ്പോഴത്തെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. മന്ത്രധ്വനിയാലെന്റെ ചിത്തത്തിൽ മുക്തിയേകൂ. ശക്തി സ്വരൂപിണി ഈശ്വരി നെല്ലിക്കുളത്തമ്പികേ. മന്ത്രധ്വനിയാലെന്റെ ചിത്തത്തിൽ മുക്തിയേകൂ. ശക്തി സ്വരൂപിണി ഈശ്വരി നെല്ലിക്കുളത്തമ്പികേ. വല്ലങ്ങി ദേശത്തിന്റെ വേല തുടങ്ങുന്നത് ശിവക്ഷേത്രത്തിൽ നിന്നാണ്. പിന്നീട് പഞ്ചവാദ്യത്തോടെ മന്നത്തിലെത്തിച്ചേരുന്നു. പിന്നീട് ശ്രീകുരുംബ ഭഗവതിയെ പ്രാർത്ഥിച്ച് നഗരപ്രദക്ഷിണം വെച്ച് പാണ്ഡിമേളത്തോടെ പന്തലിൽ അണിനിരക്കുന്നു. പിന്നീട് കുടമാറ്റം നടക്കുന്നു. കുടമാറ്റത്തിനു ശേഷം നെല്ലിക്കുളങ്ങര അമ്മയെ ദർശിക്കാൻ കാവു കയറുകയും പ്രദക്ഷിണം വെച്ച് ആൽത്തറയിലെത്തിച്ചേർന്ന് പ്രശസ്തമായ ആൽത്തറമേളം അരങ്ങേറുകയും ചെയ്യുന്നു. കൂറയിടൽ ചടങ്ങോടെയാണ് നെന്മാറ വേലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീടുള്ള 20 ദിവസം ദാരിക നിഗ്രഹം കളംപാട്ടുമുണ്ടാകും. വനത്തിൽ വെച്ച് ഭദ്രകാളി ദാരികനെ എതിരിട്ടതിൻ്റെയും ഒടുവിൽ നിഗ്രഹിച്ചതിൻ്റെയും തുടർന്ന് നടന്ന ആഘോഷങ്ങളുടെയും ഓർമ്മയാണ് നെന്മാറ വേല നടത്തുന്നത്. കണ്ണിയാർ കളിയും 9ാം നാളിലെ വലിയ കുമ്മാട്ടിയും വേലയുടെ പ്രധാന ചടങ്ങുകളാണ്. 10ാം ദിവസമാണ് കരിവേലയും മീനം 19-ന് ആണ്ടിവേലയും നടക്കുന്നു. നെല്ലിക്കുളങ്ങരയംബികേ ദേവി ദയാനിധിയേ. മന്ത്രധ്വനിയാലെന്റെ ചിത്തത്തിൽ മുക്തിയേകൂ. ശക്തി സ്വരൂപിണി ഈശ്വരി നെല്ലിക്കുളത്തമ്പികേ. മീനം 20-ന് പുലർച്ചെ 5 മണിയോടെ വാളുകടയൽ എന്ന ചടങ്ങോടെയാണ് നെന്മാറ വേല തുടങ്ങുന്നത്. വലിയോല വായന, കോലം കയറ്റൽ, പറയെഴുന്നള്ളത്ത്,
ആണ്ടിപ്പട്ടു എന്നിവയാണ് തുടർന്നുള്ള ചടങ്ങുകൾ. തിടമ്പ് ആവാഹനം കഴിഞ്ഞാൽ നെന്മാറ മന്നത്തെ 100 കണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യമുണ്ടാകും. പതിനൊന്ന് ആനകൾ അണിനിരക്കുന്ന ഘോഷയാത്ര മൂലസ്ഥാനത്തും വേട്ടയ്ക്കൊരുമകൻ കോവിലിലും ചെന്ന് ദർശനം നടത്തും. തുടർന്ന് നെന്മാറയുടെ വീഥികളിലൂടെ സഞ്ചരിച്ച് ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇതേ സമയത്ത് തന്നെ വല്ലങ്ങി ദേശത്തു നിന്നും ഇതേപോലൊരു എഴുന്നള്ളിപ്പ് വന്നു ചേരും. നെന്മാറ വല്ലങ്ങി വേലകൾ ഒന്നിച്ചു കുടമാറ്റം നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. തുടർന്നാണ് ചെമ്പടകൊട്ടി നെല്ലിക്കുളങ്ങര ഭഗവതിക്ക് മുമ്പിൽ കുടമാറ്റം നടക്കുന്നത്. ചെണ്ടയിടയ്ക്ക ചേങ്ങിലയുണരും ചുവടൊത്തു വട്ടക്കളിയായി ദേവി നെല്ലിക്കുളങ്ങരയമ്മേ. പൂങ്കൊത്തുണ്ട്, വെൺചാമരമുണ്ട്, ആർപ്പുകുരവകൾ കുമ്മാട്ടികളുണ്ട്. നെല്ലിക്കുളത്തി അമ്മേ സർവം നീയേ ജഗദമ്പേ. ഏകദേശം 4 മണിയോടെ നെന്മാറ വല്ലങ്ങി ദേശക്കാരുടെ ആദ്യ വെടിക്കെട്ട് നടക്കുന്നു. പുലർച്ചെ 3 മുതൽ 6 വരെയാണ് രണ്ടാമത്തെ വെടിക്കെട്ട് നടക്കുന്നത്. അതോടുകൂടി നെന്മാറ വല്ലങ്ങി വേലയുടെ ചടങ്ങുകൾക്ക് സമാപനമാകും. നെല്ലിക്കുളത്തി അമ്മേ സർവം നീയേ ജഗദമ്പേ.